ശാലയിലേക്ക് ചാടിക്കയറുന്നു SFI പ്രവർത്തകർ. ഗവർണറുടെ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് പോകാനാണ് ശ്രമം. ജലപീരങ്കി പ്രയോഗമുണ്ടാകുന്നു. ഒരു തവണ ജലപീരങ്കി പ്രയോഗിച്ചു പോലീസ്. കേരള സർവകലാശാലയിലേക്കാണ് SFIയുടെ മാർച്ച്. കേരള SFI മാർച്ചിൽ സർവകലാശാലയിലേക്ക് SFI പ്രവർത്തകർ ചാടിക്കയറുന്ന ദൃശ്യങ്ങളുണ്ടായി. ഗവർണറുടെ പരിപാടി നടക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് പോകാനാണ് ശ്രമം. പോലീസ് സംവിധാനമുണ്ട്. ജലപീരങ്കി പലയാവർത്തി പ്രയോഗിച്ചു എന്നാണ് ഇപ്പോഴും അറിയാൻ കഴിയുന്നത്. ഗവർണറുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടലിൽ നടക്കുന്നത് പ്രതിഷേധിച്ചാണ് SFIയുടെ പ്രതിഷേധം എന്നാണ് അറിയാൻ കഴിയുന്നത്. അല്പസമയം മുൻപാണ് SFI പ്രവർത്തകർ സമരമായി അങ്ങോട്ടേക്ക് എത്തിയത്. അതിനുശേഷം അവർ സർവകലാശാലയ്ക്കുള്ളിലേക്ക് അടക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഗവർണറുടെ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. ഗവർണറുടെ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ ശ്രമിക്കുന്ന SFI പ്രവർത്തകർ. പോലീസ് അവിടെ തടയുകയാണ്. ഗേറ്റ് അടച്ചിട്ടുകൊണ്ട് പോലീസ് തടയുകയാണ്. SFI പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗം അവിടെ ഉണ്ടായി. അതിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ് പ്രവർത്തകർ. ഗവർണർക്കെതിരെ SFIയുടെ നേരത്തെയുള്ള വലിയ പ്രതിഷേധ പരമ്പര നമ്മൾ കണ്ടതാണ്. കാലിക്കറ്റ് സർവകലാശാലയിലടക്കം വലിയ പ്രതിഷേധ പരമ്പര നമ്മൾ കണ്ടതാണ്. അതിന് തുടർച്ചയിൽ SFIക്കെതിരെയുള്ള പ്രതിഷേധം അതിനിടയിലൊക്കെ SFI നടത്തുന്നുണ്ടായിരുന്നു. അതിന് തുടർച്ചയിൽ തന്നെയാണ് കേരള സർവകലാശാല ആസ്ഥാനത്തേക്കുള്ള അവിടെ ഗവർണർ ഉണ്ടെന്ന് തോന്നുന്നു, അല്ല വൈസ് ചാൻസലർ ഉണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഗവർണർ ഉണ്ടെന്ന് തോന്നുന്നു, അങ്ങോട്ടേക്ക് SFIയുടെ പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നത്. ഗവർണർക്കെതിരായ കരിങ്കുടി പ്രതിഷേധം, ഗവർണറുടെ വാഹനം തടയൽ, അതിൽ ഗവർണറുടെ രൂക്ഷമായ പ്രതികരണങ്ങൾ, ഗവർണർ SFI ഏറ്റുമുട്ടൽ, മാത്രമല്ല SFIക്കെതിരായ ഗവർണറുടെ അങ്ങേയറ്റത്തെ അധിക്ഷേപ പരാമർശങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു സമയത്ത് ഒരു വലിയ ഏറ്റുമുട്ടലിലേക്ക് പോയിരുന്നു. ആ ഏറ്റുമുട്ടൽ ഏതാണ്ട് നയിഞ്ഞു വന്നതാണ്. വീണ്ടും SFI സമരമുഖത്താണ്. ഗവർണർക്കെതിരാണ് SFIയുടെ ഷഫീദ് റാവുത്തർ ചേരുന്നു. ഷഫീദ്, ഈ പറയുന്ന സംഘി ഗവർണർ ഗോബാക്ക് എന്നൊക്കെയുള്ള SFIയുടെ മുദ്രാവാക്യങ്ങൾ ആ കാലത്ത് വളരെ മുഴങ്ങിക്കേട്ടതാണ്. അതിൻ്റെ തുടർച്ചയിൽ തന്നെ ഈ കാവ്യവൽക്കരണം എന്നുള്ള ആരോപണം ഉയർത്തി തന്നെയാണോ SFIയുടെ ഇപ്പോഴത്തെയും പ്രതിഷേധം? ഷഫീദ്, അശ്വിനി, നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ കേരള സർവകലാശാലയിലെ ഗവർണറുടെ പരിപാടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പരിപാടി നടക്കുമ്പോഴാണ് VCക്കെതിരെയുള്ള ഈ SFIയുടെ മാർച്ച് വരുന്നത്. ആ മാർച്ച് ഇങ്ങനെ നടക്കുന്നതിനിടെയാണ് വീണ്ടും ഈ കുറച്ച് പ്രവർത്തകർ ഈ സർവകലാശാലയ്ക്കകത്തേക്ക് തള്ളിക്കയറുന്നത്. അതിനുശേഷം അവരെ ഇപ്പോൾ പോലീസ് കോമ്പൗണ്ടിൽ വെച്ച് പിടികൂടി എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. ഗവർണർ അല്പസമയത്തിനുള്ളിൽ ഈ പരിപാടി കഴിഞ്ഞ് മടങ്ങും എന്നുള്ളതും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഏതായാലും ഈ സർവകലാശാലയുമായി ബന്ധപ്പെട്ട ചാൻസലർ ഇറക്കുന്ന നടപടികളുള്ള പ്രതിഷേധം അതായി കൂടി നമുക്ക് ഇതിനെ കണക്കാക്കാൻ കഴിയും. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഈ സർവകലാശാലയ്ക്കകത്തേക്ക് ചാടിക്കയറിയ SFI പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുന്നുണ്ട്. മാത്രവുമല്ല, ഗവർണർക്ക് സുരക്ഷ ഒരുക്കുക എന്നുള്ളതും പോലീസിനെ സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഈ പുറത്ത് പ്രതിഷേധം നടക്കുമ്പോൾ അകത്ത് ചാടിക്കയറിയ SFI പ്രവർത്തകരെ അവിടെ നിന്ന് ബലം പ്രയോഗിച്ച് നീക്കാനുള്ള പോലീസിന്റെ ശ്രമം നടക്കുന്നു. മാത്രവുമല്ല, ഗവർണറെ സുരക്ഷിതമായി ഇവിടെ നിന്ന് മടക്കുക എന്നുള്ളത് കൂടി പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. നേരത്തെ തന്നെ SFI പറഞ്ഞതാണ്, വലിയ പ്രതിഷേധം അത് കേരള സർവകലാശാല VCക്കെതിരെ ഉണ്ടാകും. ചാൻസലർ വന്നൊരു സാഹചര്യത്തിൽ കൂടി ആ പ്രതിഷേധം കടുപ്പിക്കുക എന്നുള്ളത് കൂടി ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നുണ്ട്. ഗ്ലോബൽ ഇഷ്യൂസ് ആൻഡ് സംസ്കൃത് നോളജ് സിസ്റ്റം എന്നുള്ള പരിപാടി, അതിൽ പങ്കെടുക്കാനാണ്, അത് 3 ദിവസം നീണ്ടു നിൽക്കുന്ന സെമിനാറാണ്. ആ സെമിനാറിൽ പങ്കെടുക്കാനാണ് ഗവർണർ ഇന്ന് സർവകലാശാലയിലേക്ക് ഏതാണ്ട് 11:30 എത്തിയത്. അപ്പോൾ തന്നെ ഈ പ്രതിഷേധം നേരത്തെ നിശ്ചയിച്ചതാണെന്നും പ്രതിഷേധം നടത്തുമെന്നും SFI അറിയിക്കുകയായിരുന്നു. ഏതായാലും സർവകലാശാലയ്ക്ക് മുൻപിൽ SFIയുടെ പ്രതിഷേധം തുടരുകയാണ്. അല്ല ഷഫീദ്, ഈ വാതിൽ കൂടി തന്നെയാണോ ഗവർണർ പുറത്തേക്ക് വരേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഗവർണർ വണ്ടി നിർത്തി ഇറങ്ങാനും SFIയോട് നേർക്കുനേർ കയർക്കാനും ഒക്കെ ഇടയുണ്ടോ, നേരത്തെ കണ്ടതുപോലെ? ഷഫീദ്, പക്ഷേ സ്വാഭാവികമായും ആ പ്രതിഷേധം ഇപ്പോഴും SFI ഈ ഗേറ്റിന് മുൻപിൽ തുടരുകയാണ്. ഇതേ ഗേറ്റ് വഴി തന്നെയാണ് ഗവർണർ പുറത്തേക്ക് വരുന്നത്. ഒരു പക്ഷേ തൊട്ടപ്പുറത്തെ ഗേറ്റ് വഴി ഇനി ഗവർണർക്ക് പുറത്തേക്ക് പോകാനുള്ള ഒരു വഴി ഒരുക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ നിലവിൽ ഇപ്പോൾ ഗവർണർ അകത്തേക്ക് പ്രവേശിച്ചത് ഇതേ ഗേറ്റ് വഴിയാണ്. ഈ ഗേറ്റ് വഴി ഗവർണർ അകത്തേക്ക് പോയൊരു സാഹചര്യത്തിലാണ് ഇതിന് തൊട്ട് പിന്നെ, അതായത് 11:00 ഗവർണർ എത്തുന്നു. അതിനുശേഷം ഏതാണ്ട് 12:05 SFIയുടെ പ്രതിഷേധം, 12 മണിയോടെ SFIയുടെ പ്രതിഷേധം വരുന്നു. ആ പ്രതിഷേധത്തിന് നേരെ 2 പ്രാവശ്യം ജലപീരങ്കി പ്രയോഗിക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോഴും SFI പ്രവർത്തകർ സർവകലാശാലയ്ക്ക് മുൻപിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അതിലൊരു 3ഓളം ഈ പ്രവർത്തകരാണ് സർവകലാശാലയ്ക്കകത്തേക്ക് ചാടിക്കയറി ഈ ഗവർണറുള്ള ഭാഗത്തേക്ക്, അതായത് ഗവർണർ പങ്കെടുക്കുന്ന സെമിനാർ നടക്കുന്ന ഭാഗത്തേക്ക് ഓടിക്കയറിയത്.
അവരെ അവിടെ നിന്ന് ബലം പ്രയോഗിച്ച് പോലീസ് നീക്കി എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. അപ്പോഴും SFIയുടെ പ്രതിഷേധം അത് സർവകലാശാല ആസ്ഥാനത്തിന് മുൻവശത്ത് തുടരുകയാണ്. ഒരുപക്ഷെ ഗവർണർക്ക് നേരെയുള്ള കരിങ്കുടി പ്രയോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ SFIയുടെ ഭാഗത്ത് നിന്ന് വരും മിനിറ്റുകളിൽ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ അദ്ദേഹത്തിനെതിരെ വലിയ പ്രതിഷേധം SFIക്ക് മുൻപേ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായും SFI നേരത്തെ പറഞ്ഞത് ഈ ഗവർണറോടുള്ള എതിർപ്പ് കാരണം പരിപാടിയുടെ കൂടിയാലോചനാ യോഗം അത് ഇടത് സംഘടനകൾ ബഹിഷ്കരിച്ചിരുന്നു. VC നിയമനങ്ങളിൽ ഗവർണർ ഏകപക്ഷീയ തീരുമാനമെടുക്കുന്നുവെന്നായിരുന്നു SFI അടക്കമുള്ള ഇടത് യുവജന സംഘടനകളുടെ ആക്ഷേപം. അക്കാര്യത്തിലടക്കം ഗവർണർ പങ്കെടുക്കുന്ന അതേ സമയത്ത് തന്നെ സർവകലാശാലയിലേക്ക് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും SFI മുൻകൂർ അറിയിച്ചതാണ്. കൂടുതൽ പോലീസിനെ അടക്കം ഇന്ന് രാവിലെ മുതൽ പോലീസ് ഇവിടെ തിരുവനന്തപുരം സിറ്റി പോലീസ് ഇവിടെ വിന്യസിച്ചിരുന്നു. ഏതായാലും ആ പ്രതിഷേധത്തിനൊടുവിൽ ഒരു 3 SFI പ്രവർത്തകർ മതിൽ ചാടി അവർ അകത്തേക്ക് പോകുന്നത് നമ്മൾ അല്പസമയം മുൻപ് കണ്ടു. ഇപ്പോഴും SFIയുടെ പ്രതിഷേധം അത് ക്യാമ്പസിന് മുൻപിൽ സർവകലാശാല ആസ്ഥാനത്തിന് മുൻപിൽ തുടരുകയാണ്. ഈ സെമിനാർ കഴിഞ്ഞ അല്പസമയത്തിനുള്ളിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പുറത്തേക്ക് വരികയും ചെയ്യും. അവിടെ ഗവർണർ സർവകലാശാലയിലേക്ക് SFIയുടെ പ്രതിഷേധമാണ്. ഗവർണർ പരിപാടി അവിടെ നടക്കുകയാണ്. ആ പരിപാടിക്കിടയിലേക്കാണ് SFIയുടെ പ്രതിഷേധം. ഇവിടെ ഗവർണറുടെ പരിപാടി അകത്ത് തുടരുകയാണ്. ഗവർണർ പുറത്തേക്ക് ഇറങ്ങി വന്നാൽ നേരത്തെ നമ്മൾ കണ്ടതുപോലെ SFI പ്രതിഷേധം കാണുമ്പോൾ വാഹനം നിർത്തി ഇറങ്ങാനും നിൽക്കുന്നവർ കയർക്കാനും ഈ തെരുവിലെ ഗ്വാഗ്വാവിളിയൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. അതിന് സമാനമായ ഡ്രാമകൾ അവിടെ ഉണ്ടാകുമോ എന്നുള്ളത് അല്പസമയത്തിനകം അറിയേണ്ടതാണ്. എന്തായാലും ഈ ഗവർണറെ വേറെ വഴിയിൽ കൂടി പുറത്തേക്ക് കൊണ്ടുപോകാൻ പോലീസ് നോക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഗവർണർ അതിന് വഴങ്ങുമോ എന്നൊന്നും അറിയില്ല. കാര്യം ഗവർണർ ഈ SFIയുടെ പ്രതിഷേധം കാണുമ്പോൾ ആ വഴിയിൽ തന്നെ പോകാൻ പോകാൻ തുനിയുമോ ഗവർണർ, അല്ലെങ്കിൽ അതിന് നേരത്തെയൊക്കെ അദ്ദേഹത്തിൻ്റെ സമരം ഉണ്ടാകുമ്പോഴും വണ്ടി നിർത്തി പുറത്തേക്ക് ഇറങ്ങുന്നൊക്കെ ആളാണ് ഗവർണർ. അപ്പോൾ എന്ത് ഡ്രാമയാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളവരും കാത്തിരുന്ന് കാണണം.